ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിലെ ഓഫേഴ്സ് തീരാൻ. 50%ഉം അപ് ടു 50%ഉം ഓഫേഴ്സ് തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലുലു മാളിൽ എൻഡ് ഓഫ് സീസൺ സെയിലിൻ്റെ ഭാഗമായിട്ട് 4, 5, 6, 7 ദിവസങ്ങളിലായിട്ട് രാവിലെ 9 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 3 മണി വരെ ഉള്ള എൻഡ് ഓഫ് സീസൺ സെയിലിൻ്റെ ഭാഗമായിട്ടുള്ള അപ് ടു 50% ഓഫർ തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ലുലു ഫാഷൻ സ്റ്റോറിലാണ് ഇഷ്ടംപോലെ ഓഫേഴ്സ് ഞാൻ കണ്ടത് കേട്ടോ. എസ്പെഷ്യലി ഡ്രസ്സ് ഐറ്റംസിലും നല്ല രീതിയിലുള്ള ഓഫേഴ്സാണ് എനിക്ക് കാണാൻ ഇവിടെ നിന്ന് പറ്റിയത്. അപ് ടു 50% ഓഫറല്ല, ഡ്രസ്സ് ഐറ്റംസിൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ, ബൈ 2 ഗെറ്റ് 1 ഫ്രീ, ചില സമയത്താണെങ്കിൽ ബൈ 1 ഗെറ്റ് 1 അപ് ടു 30%, 50%, 70% എന്നുള്ള രീതിയിലൊക്കെയാണ് മിക്ക ഡ്രസ്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഓഫേഴ്സ് ഉള്ളത്. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സ് ഐറ്റംസുകളും ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്ക്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രി 11:30 11:30 ഷൂട്ട് ചെയ്ത സമയത്തും ഈ ഒരു തിരക്കാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ എന്തുമാത്രം തിരക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ച് നോക്കാവുന്നതാണ്. എല്ലാതരം ബ്രാൻഡ് ഐറ്റംസുകളിലും എല്ലാത്തിലും ഓഫേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. 30%, 40%, 50% ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ആയതിൻ്റെ പേരിൽ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാം. അതിൽ യാതൊരുവിധ ചീറ്റിങ്ങോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ലാസ്റ്റ് ഡേ 17,545 രൂപ അടുപ്പിച്ചിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ ലുലു മാളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്തു. അത് എന്തിനാണെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് പർച്ചേസിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് വേണം ഇത് വേണം അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് വരുന്ന സമയത്ത് തന്നെ ബില്ല് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ണ് തള്ളും. പക്ഷേ ഏകദേശം 37,000 രൂപ അടുപ്പിച്ചിട്ടുള്ള സാധനമാണ് എനിക്ക് 17,546 രൂപയ്ക്ക് വാങ്ങിച്ചത്. പക്ഷേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നോക്കി വാങ്ങിക്കുക, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, നല്ല സാധനങ്ങൾ വാങ്ങിക്കുക, ചുമ്മാ കണ്ണും അടച്ചിട്ട് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഡ്രസ്സ് ഐറ്റംസുകളുടെയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്താണ് സൈക്കിളിൻ്റെ സംഭവങ്ങൾ അത്ര എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ് ടു 20% MRPന്ന് 20% ഓഫേഴ്സാണ് ഇവിടെ ഉള്ളത്. റയാൻ അത് വേണം, റയാൻ ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് റയാൻ എല്ലാത്തിലും വേണമെന്നല്ല ഒന്നും പറയുന്നില്ല. സൈക്കിളിന് കുറച്ച് കൂടുതൽ കളക്ഷൻസ് വേണമായിരുന്നു. അപ്പോൾ സൈക്കിളിൻ്റെ സെഷൻ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അതിനെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു. ബാക്കിയുള്ള ആ ഒരു സെഷൻസിൻ്റെ ആ ഒരു ഓഫേഴ്സൊക്കെയാണ് ഗൈസ് നമ്മൾ ഇതിനടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ ലുലു ഫാഷൻ സ്റ്റോറിലാണെങ്കിൽ എല്ലാ സംഭവത്തിൻ്റെയും ഓഫേഴ്സ് ഉണ്ട്. 20% മിനിമം പ്രൈസിൻ്റെ അതിൻ്റെ MRPന്ന് കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഷൂസ് ഐറ്റംസ് ആയാലും ശരി, എല്ലാ സംഭവങ്ങളും, ഗാഡ്ജറ്റ്സ് ആയാലും ശരി, ഡ്രസ്സ് ഐറ്റംസിലായാലും ശരി, കോസ്മെറ്റിക്സ് ആയാലും ശരി, ചപ്പൽസ് ആയാലും ശരി, ബാഗ്സ് ആയാലും ശരി, എന്തായാലും ശരി, എല്ലാത്തിലും ഓഫേഴ്സ് ഉണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗൈസ്. നിങ്ങളെല്ലാവരും ഓടിവാ ചാടിവാ. അപ്പോൾ നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലും മിക്കു റോക്ക് നാസ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പേജിലും ഓൾറെഡി വീഡിയോസുകളെല്ലാം ഇഷ്ടംപോലെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കാണുക, പ്രവാസികൾക്ക് കാണാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഒരു 3-4 വീഡിയോസിലൊക്കെ ആണെങ്കിൽ ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാരാണെങ്കിൽ കണ്ടു കഴിഞ്ഞു. മാക്സിമം ആൾക്കാർ ഇതുപോലുള്ള ഓഫേഴ്സ്, എസ്പെഷ്യലി ലുലു മാളിലെ ഓഫേഴ്സൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതും നമ്മുടെ പേജസ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഡ്രസ്സൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഓഫേഴ്സ് അത്രത്തോളം ഓഫേഴ്സ് ഉണ്ട്. 599, 799 ഡ്രസ്സ് ഐറ്റംസൊക്കെ ആണെങ്കിൽ 599, ബൈ 2 ഗെറ്റ് 1 ഫ്രീ, ബൈ 3 ഗെറ്റ് 1 2 എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം, ഒരു രക്ഷയില്ല. ഇതുപോലുള്ള ഓഫേഴ്സൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ള ചെറുകിട കച്ചവടക്കാരും തുടങ്ങിയാൽ കൊള്ളാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, അതിനെന്നെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ലുലു മാളിൻ്റെ വീഡിയോസുകൾ ചെയ്യുന്ന സമയത്ത് ചെറുകിട കച്ചവടക്കാരെ
അത് മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ചെറുകിട കച്ചവടക്കാരായാലും ശരി, ഇതിൻ്റെ ഇടത്തരം കച്ചവടക്കാരായാലും ശരി, കുറച്ച് കൂടുതലായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളും കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടാക്കാം. അല്ലാതെ ഇതുപോലുള്ള വലിയ കച്ചവടക്കാരെ നമ്മൾ ഫുൾ ടൈം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ബിസിനസ് അവർ വേറെ രീതിയിലൊക്കെ തിങ്ക് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലുലു മാൾ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ബാക്കി ഡ്രസ്സ് ഐറ്റംസിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ലുലു മാൾ ട്രിവാൻഡ്രത്തിലെ ഓഫേഴ്സ് തീരാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓടിവാ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിലെ ഓഫേഴ്സ് തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജസിലെ മറ്റ് വീഡിയോസുകളും മറക്കാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കു റോക്ക്. ബൈ.